ജിത്തുഭായ് ജിത്തുഭായ് എന്തിനാ മോളെ കരയുന്നേ? ഞങ്ങൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എല്ലാം വിധിയാണ്. നടക്കേണ്ടത് നടന്നു, അത്ര തന്നെ. ജിത്തു, നഷ്ടപ്പെട്ട ജോലിയെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എന്റെ മാംഗോ ടേസ്റ്റ് ചോക്ലേറ്റിന്റെ ഏരിയ മാനേജറെ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു. വേണ്ട ശ്രീധരേട്ടാ, ഞാൻ ഇവിടം വിട്ടു പോവുകയാണ്. അമ്മ ഇല്ലാത്ത വീട്ടിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. പിന്നെ മിനിയെയും നഷ്ടമായി. എല്ലാം മറക്കാൻ പറ്റിയ ഒരിടത്തേക്ക് പോകണം. ബായിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബായിയോടൊപ്പം ജീവിതകാലം മുഴുവൻ ഞാനുണ്ടാവും. ഈ ഹൃദയത്തിൽ എനിക്കൊരിടം തന്നൂടെ? അതിന് നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛന്റെ സമ്മതമൊന്നും നോക്കണ്ട. ബായിയോടൊപ്പം ഈ ഭൂമിയിൽ എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. മോളെ, പാടില്ല. നമ്മുടെ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. എന്തെല്ലാം ആഗ്രഹങ്ങൾ, എന്തെല്ലാം മോഹങ്ങൾ അവർക്ക് നമ്മളിൽ ഉണ്ടാവും. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് നമ്മൾ സ്വന്തം സുഖം തേടി ഒരിക്കലും പോകരുത്. ഈ ക്രിമിനൽ ജിത്തുവിനെ കൂട്ടാനാണോ ഈ വീട്ടിൽ നിന്നും കാറെടുത്ത് വന്നത്? ജിത്തുഭായെ കുറിച്ച് അനാവശ്യം പറയരുത്. ഒരു ക്രിമിനലിനെ കൊലയാളി എന്നല്ല എന്താ വിളിക്കുക? എങ്കിൽ അച്ഛനാദ്യം എന്നെയാണ് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടത്. അച്ഛന് സത്യം എന്താണെന്ന് അറിയോ? പ്ലീസ് നൈന, പറയണ്ട. എന്ത് സത്യം? അന്ന് എന്താണ് നടന്നതെന്ന് അറിയോ? അന്ന് ജിത്തുഭായ് എന്നെ രക്ഷിക്കാനായി ഡാനിയുടെ അടുത്തെത്തി. ഇനി ഇവളുടെ ജീവിതത്തിൽ ഒരു കരടായി വന്നാലുണ്ടല്ലോ. നൈന, ഇനി ഒരു പെണ്ണിന്റെ ജീവിതത്തിലും വിലപേശ ഇവന്മാരുണ്ടാവാൻ പാടില്ല. നൈന, ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. വേണ്ട ജിത്തുഭായ്, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം. നൈന പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു പെൺകുട്ടിയെ പോലീസ് കൊണ്ടുപോയാൽ എന്താവും സ്ഥിതി? നോ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ എനിക്ക് കിട്ടേണ്ട ശിക്ഷയാണ് ജിത്തുഭായ് ഏറ്റെടുത്തത്. ഞാൻ കാരണം ജിത്തുഭായിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. ജിത്തുഭായിയുടെ ഗവൺമെന്റ് ജോലി നഷ്ടപ്പെട്ടു. വിവാഹം മുടങ്ങി. എല്ലാം ഞാൻ കാരണം. നൈന, ഒന്ന് പതുക്കെ പറ. കഴിഞ്ഞത് കഴിഞ്ഞു. വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കണ്ട. എന്നാൽ ഇനി യാത്രയില്ല. പോട്ടെ. ജിത്തു, നീ മഹാനാണ് ജിത്തു. വളരെ വളരെ മഹാനായ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനും ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ പറ്റൂ. നീ എവിടേക്കും പോകരുതടാ. നീ ഇവിടെ തന്നെ വേണം. യുവാക്കളുടെ ജിത്തുബായിയായി, കുട്ടികളുടെ ചോക്ലേറ്റ് ബായിയായി. നിന്നെപ്പോലത്തൊരു മകനെ എനിക്ക് ദൈവം തന്നില്ല. പക്ഷെ നിന്നെ എനിക്ക് വേണം, എന്റെ മരുമകനായി. ജിത്തുബായിക്ക്, ജിത്തുബായിക്ക്.